ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം വേ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ലൈക്കും ഷെയറൊക്കെ വളരെ കുറവാട്ടോ. എന്നാലും വേണ്ടില്ല, എനിക്ക് 10 പേരെങ്കിൽ 10 പേര് കാണുന്ന ഞാൻ പോയ വഴികളിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധാരണ ജീവിതമാണേലും അല്ലാത്ത ആണേലും ഞാൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പോയ ഒരു ചെറിയ ഗ്രാമത്തിൽ അവരുടെ ഒരു മാർക്കറ്റിൻ്റെ ആ വാള് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ വിൽക്കുന്ന കുറേ കടകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് വീഡിയോ കൂടുതലായിട്ട് കാണുക. നല്ല ഇരുമ്പ് ഐറ്റങ്ങൾ, അന്നേരം തന്നെ പണിഞ്ഞിറക്കുന്ന കുറേ ഇരുമ്പ് ഐറ്റങ്ങൾ, ഇരുമ്പ് ചീനിച്ചട്ടികൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ഇവിടെ. ഈ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ. പിന്നെ അതുപോലെ ആയുർവേദ സാധനമാണ്. എനിക്ക് ഹിന്ദി അധികം വശമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വേദനയ്ക്കൊക്കെയുള്ള തൈലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ എന്ന് വെച്ചാൽ നല്ല ആയുർവേദ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല ആയുർവേദ മരുന്നുകളാണ് കൂടുതൽ. പിന്നെ ഈ ഫാനുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ പാത്രങ്ങൾ, എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ഈ പാത്രങ്ങൾ. എന്നാൽ ഇരുമ്പിന് നല്ല കട്ടിയുള്ള പാത്രങ്ങൾ, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണെങ്കിലും ഇരുമ്പിൻ്റെ എല്ലാ ഐറ്റങ്ങളും. അതുപോലെ വാളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വാളുകൾ. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി കാണുക, ആസ്വദിക്കുക. ഇത് കാളീക്ഷേത്രമാണ്. ഈ കാളീക്ഷേത്രത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് നരബലിയൊക്കെ ബലികളൊക്കെ നടത്തുന്നതൊക്കെയുള്ളൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നല്ല ശക്തിയാർജിച്ച ഒരു ക്ഷേത്രമാണ് കാളിമന്ദിർ എന്നറിയപ്പെടുന്നത്. പറഞ്ഞു കേട്ടുള്ള അറിവ്, ഞാനവിടെ പോയിട്ടില്ല. ഒരിക്കൽ പോകണം, ദേവി കടാക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പോയ സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഈ മംഗലങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ മംഗലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ആ തണുത്ത വെള്ളം കുടിക്കുന്നതിനായിട്ട് എല്ലാവരും മംഗലം വാങ്ങിക്കുന്നുണ്ട്. അവിടുത്തെ ഓട്ടോറിക്ഷകളുണ്ട്, പിന്നെ കരിമ്പിൻ്റെ കടകൾ, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ എല്ലാ കടകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. കുറേ കടകളൊക്കെ ഈ ഓപ്പൺ ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കാരണമാണ്. തണുപ്പ് സമയത്ത് എല്ലാം ഓപ്പണാണ്. അപ്പോൾ എനിക്കിതിൻ്റെ എല്ലാ സെക്ഷനിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് മാത്രം സ്ഥലങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. എല്ലാം ഒന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും സമയത്ത്, തണുപ്പ് സമയത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോസും കൂടെ ഇതിനകത്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കടകളും ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാജാക്കന്മാരുടെ ആ വാൾ വയ്ക്കുന്ന ഇപ്പോഴും ആ പയറ്റും അതുപോലൊക്കെ തന്നെ അവർ ഇടയ്ക്ക് ഇങ്ങനൊരു പ്രോഗ്രാം വെക്കുന്ന, അങ്ങനെയുള്ളൊരു ഫങ്ഷനൊക്കെ വെക്കുന്ന സമയത്ത് എന്തോ ഒരു ഇങ്ങനെയുള്ളൊരു 2 പേര് ചേർന്നിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കതങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ സെർച്ച് ചെയ്തതൊക്കെ അതുകൊണ്ട് കിട്ടിയതുമില്ല അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനേ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊരു ഓർമ്മ, എൻ്റെ ചെറുതിലെ എൻ്റെ അച്ഛൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെട്ടി. എനിക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ തലത്തിലൊരു 4ാം ക്ലാസ് വരെ ഞാനത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് കുറേ കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ താഴ്വശം ഇപ്പോഴും പോയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പെട്ടിയാണ് കേട്ടോ. നല്ല എന്താ പറയുന്നത്, പണ്ട് നമ്മൾ പത്തായം എന്നൊക്കെ പറയുന്ന പോലെ അരി ഇങ്ങനെ ലെയറായിട്ട് അറകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതാണ് അവരങ്ങനെ. ആ അറകളാക്കിയിട്ട് പത്തായം പോലെയും ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവരിപ്പോൾ ശരിക്കും കച്ചവടം പഠിച്ചു പോയി കേട്ടോ. നേരത്തെയൊക്കെ 800, 1000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. ലാച്ച മോഡല്, അതുപോലെ തന്നെ ഈ കല്യാണ ഫങ്ഷന് ഉപയോഗിക്കുന്ന പല വെറൈറ്റി ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ വില പറയുന്നത് 4000, 5000 ഒക്കെയാണ്. പക്ഷേ എന്നാൽ തന്നെ എനിക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വില കുറച്ച് കൊടുക്കുമായിരിക്കും. കുറേ നാളിന് മുമ്പ് ഞാൻ പോയപ്പോൾ നല്ല വിലക്കുറവ് കൊണ്ടുകൊണ്ട് എനിക്കിത് എടുക്കണമെന്ന്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ വളരെ നിരാശയായിരുന്നു. കാരണം കുറേ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അന്നാണെങ്കിൽ നമുക്ക് ഫോണിൽ ക്ലാരിറ്റി കുറവാണ് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ അന്ന് പോയ സമയത്ത് എനിക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്നുള്ളത്. കാരണം ഇത് തന്നെയായിരുന്നു കുറേ സെഷനിൽ ഇങ്ങനെ ലാച്ചയുടെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പേര് മറന്നുപോയി പെട്ടെന്ന് തന്നെ. അത്
കുറേ സെഷനിൽ അത് തന്നെയായിരുന്നു. പിന്നെ സാരി പറയാൻ പറ്റത്തില്ല. നല്ല കല്യാണത്തിന് പോകുന്ന ഏത് ഫങ്ഷന് പോകുന്നതിന് നല്ല വെറൈറ്റി കളറിലുള്ള ഇത്. പക്ഷേ അത്ര കളക്ഷൻ ഇത് കാണുന്നില്ല കേട്ടോ. ഇതിനിവർ പറഞ്ഞത് നല്ലൊരു റേറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര രൂപയാവുമെന്ന് ഒന്ന് പറയാമോ? ഇന്ന് ഇതിപ്പോൾ എന്നോട് പറഞ്ഞ റേറ്റ് 1000 സംതിങ് ആണ്. ഇത് 1000 സംതിങ് എന്ന് പറഞ്ഞാൽ 1800 മറ്റോ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എത്രയാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1300 അത്രയും മറ്റോ പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനത് എടുക്കുന്ന മൊത്തം ആ ഒരു വീഡിയോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതിൻ്റെ വെറൈറ്റി കളറുകൾ എന്ത് രസമുണ്ടെന്നറിയാമോ? കുട്ടികളൊക്കെ കല്യാണത്തിന് അതുപോലെ നിശ്ചയത്തിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എന്ത് രസമായിരിക്കും കാണാൻ. അപ്പം അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് ഇരുമ്പിൻ്റെ ഐറ്റങ്ങളും പിന്നെ ആ പെട്ടി ഉണ്ടാക്കുന്നത്, പിന്നെ ഈ ലഹങ്കയല്ലേ ഇത്? എനിക്ക് ശരിക്കും പേര് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. ഒന്ന് നോക്കിയിട്ട് പറയേ. പിന്നെ ഇത് വെളുത്തുള്ളി ഒരുപാട് ബൾക്കായിട്ട് വന്നിട്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പിന്നെ സബ്ജിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഒരു മാർക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നെന്ന്. ഓപ്പൺ അല്ല, എല്ലാ മാർക്കറ്റുകളൊന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് എനിക്ക് സബ്ജിയുടെ ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. വെറൈറ്റി സബ്ജികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നല്ല റേറ്റ് കുറവുമുണ്ട്. നമ്മുടെ നാട്ടിലേനെക്കാട്ടി വളരെ റേറ്റ് കുറവുണ്ട്. കാരണം കാലാവസ്ഥ ഡിഫറൻ്റ് ആണല്ലോ. പിന്നെയും ഞാൻ അവിടെ കടയിലോട്ട് തന്നെ കയറിയത്. എനിക്കത് കണ്ടിട്ടും മതിയാവുന്നില്ല. ഇപ്പം ഇത്രയൊക്കെ വീഡിയോ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പിൻ്റെ സൈഡിലോട്ട് പോകുന്നതാണ്. ആ ചെമ്പിൻ്റെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഈ പാത്രങ്ങൾ ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നതിനായിട്ടുള്ള പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, സ്പൂണുകൾ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ഐറ്റങ്ങളുണ്ട് കേട്ടോ. റൊട്ടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന നല്ല പാത്രങ്ങളുണ്ട്. ഞാനതിലെ ഒരെണ്ണം വാങ്ങി കേട്ടോ. ഇത് വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് തരണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല കുഞ്ഞു ഉടുപ്പുകളാണല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെഷനിലോട്ടാണ് പോകുന്നത്. ഇത് കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ കുറേ കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇത് ഡ്രസ്സിൻ്റെ ഒരു സെഷൻ തന്നെ. ഇത് എല്ലാം ഒന്നും ഒരു ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതാണ് ഞാൻ ആ പറഞ്ഞ ചെമ്പ് പാത്രങ്ങൾ കണ്ടില്ലേ? ചെമ്പ് തന്നെ സ്റ്റീലിൻ്റെ ഉണ്ട്, ചെമ്പിൻ്റെ ഉണ്ട്, വെറൈറ്റി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലവ് യു ഓൾ. ഇത് ബൊക്കാരോ